ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ കറിയാണ്. നല്ല രുചിയാണ്, ഒരു ഒന്നൊന്നര രുചിയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടുള്ള ഉള്ളിയാണ്, അത് ഒരു 20 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ശേഷം അതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് ഇടാം. അപ്പോൾ അതും ചതച്ചെടുത്ത് അതിന് ശേഷം തക്കാളി ചെറുതായി, നല്ല ചെറുതാക്കേണ്ട, ഒരുവിധം വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതും ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് കറി വെച്ചെങ്കിൽ നല്ല രുചിയാണ്. നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്ത് ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട്. ഈ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ പച്ചമുളക് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്, ഉള്ളിയും. ഇനി അതിലേക്ക് 2-3 അല്ലി വേപ്പിൻ്റെ ഇലയാണ് ഉരിഞ്ഞിട്ടിട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അമ്മിക്കുട്ടി ചെറുതാണ് കേട്ടോ, അത് പകുതി പൊട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചതച്ചെടുത്ത് ഇനിയൊരു ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിൽ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതാണ്, ഒരു ചെറിയ കഷ്ണമാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 4-5 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായി മൂത്ത ശേഷം ഈ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാതും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാനാണ്, നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ച് എടുക്കുന്ന മൂടി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ചെറുതായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ വറ്റിയ ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും എല്ലാതും നന്നായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടീസ്പൂണാണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം 1 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി അതെല്ലാം വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്ത് കട്ടിയിൽ പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായി ഒന്ന് തിളച്ച ശേഷമാണ് അതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ചെറുതായി ഒന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് കൂടുതൽ വെള്ളം ആവണ്ട, കട്ടിയിൽ കറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് മീന് ഇപ്പം ഇട്ട് കൊടുക്കണില്ല. മീന് നല്ല ഒന്ന് വറ്റിയ ശേഷമാണ് ഇട്ട് കൊടുക്കണുള്ളൂ. ഈ ഒരു കട്ടിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച് ഒരുവിധം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മീന് ഇട്ട് കൊടുക്കാം. അയിലയാണ്, ഒരു 5 അയിലയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ തലയും കൂടെ വെച്ചിട്ടാണ് മീന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി വരഞ്ഞെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തലയുടെ ഉള്ളിലത്തെ അതെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പം അങ്ങനെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതെല്ലാം വരഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി അത് ആ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മീന് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. തക്കാളിയും ഒക്കെ ചതച്ചെടുത്ത കാരണം കൊണ്ടാണ്. മിക്സിയിൽ ചതച്ചെടുത്താൽ ഇത്ര രുചി കിട്ടില്ല. അപ്പം എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ടീസ്പൂണൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് 5 മിനിറ്റ് നേരം. അപ്പോൾ അതാ കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ നല്ല വെന്ത് കിട്ടി, മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല രുചിയാണ്. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല മസാല ഒക്കെ മീനിൻ്റെ മേലെ പിടിച്ച് നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.